സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കണം. ദെൻ അടുത്തത് പ്രോപ്പർട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടി എന്ന് പറയുന്ന ടേം, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ എക്സാമ്പിൾസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, അതിൻ്റെ എക്സാമ്പിൾസ്, ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹായ്, വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കേരള PSCയിൽ റീസെൻ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ് എന്ത്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലേ. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള IO പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് കേരള PSC പബ്ലിഷ് ചെയ്തു. നമുക്കറിയാം എല്ലാ BTech സ്ട്രീമുകാർക്കും സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ, അങ്ങനെ ഏതൊരു സ്ട്രീമിലെ ഉദ്യോഗാർത്ഥിക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസ്. അപ്പോൾ അതിൻ്റെ സിലബസിലും നമുക്ക് കാര്യമായി അറിയാം. എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു എക്സാമിന് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സിലബസിനെ ബേസ് ചെയ്ത് എല്ലാ സ്ട്രീമിൽ നിന്നുമുള്ള ബേസിക് കൺസെപ്റ്റുകൾ തന്നെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി നോക്കേണ്ടത്. അപ്പോൾ ആ ബേസിക് സബ്ജക്റ്റുകൾ കറക്റ്റായിട്ട് ആ സിലബസിനെ ബേസ് ചെയ്ത് പഠിച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയാൽ വളരെ ഈസി ആയി തന്നെ നമുക്ക് ഈ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. സോ ഈ ഒരു എക്സാമിൻ്റെ സിലബസിനെ ബേസ് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രിപ്പറേഷനുമായി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. IO, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് IO എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ടാക്കിൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്കുണ്ട് അല്ലേ. നമുക്ക് എല്ലാ സ്ട്രീമുകളുടെ ബേസിക് സബ്ജക്ട്സും പഠിക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഈ ഒരു എക്സാമിനുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള അതിൻ്റെ സിലബസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതർ സ്ട്രീം സ്റ്റുഡൻസ്, പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതർ സ്ട്രീം സ്റ്റുഡൻസ്, ഇപ്പം മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം നമ്മുടെ ടോപ്പിക്കിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടതെന്നൊക്കെ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിന് ഓക്കെയാണ്. പക്ഷേ അതർ സ്ട്രീംസ്, അതായത് സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ ഉള്ള ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിന് ബേസിക് മെക്കാനിക്കലിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്തൊക്കെ ടോപ്പിക്കുകളാണ് എന്നതിനെ പറ്റി ഒരു അവയർനെസ് ഇല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ മെക്കാനിക്കൽ സെക്ഷനിൽ പഠിക്കേണ്ട എല്ലാ ടോപ്പിക്കുകളും, അവിടെ നിന്ന് ഓരോ ടോപ്പിക്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി തന്നെ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സിലബസിൽ നിങ്ങൾ IOയുടെ സിലബസ് ഒന്ന് നോക്കുകയാണ്. നമ്മുടെ പ്രീവിയസ് IO എക്സാമിന് ചോദിച്ച സിലബസിനെ ബേസ് ചെയ്ത് പോവുകയാണെങ്കിൽ സിലബസിൽ ഇത്രയും കണ്ടന്റുകളാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെർമോഡൈനാമിക്സ്, എനർജി കൺവേർഷൻ ഡിവൈസ്, IC എഞ്ചിൻ, ഹൈഡ്രോളിക് മെഷീൻസ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓരോ ടോപ്പിക്കുകളിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെ പറ്റി നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തന്നെ പോകണം. എവിടുന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. കാരണം ഈ തന്നിരിക്കുന്ന സിലബസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ, നമ്മൾ എല്ലാ സ്ട്രീമുകാരും ഫസ്റ്റ് ഇയറിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്. ആ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകൾ അതേ ഓർഡറിൽ തന്നെയാണ് ഈ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്ന ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള എല്ലാ കണ്ടന്റുകളും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. കാരണം ആ ഒരു ടോപ്പിക്, ആ ഒരു ഓർഡറിൽ തന്നെയാണ് സിലബസിൽ ബേസിക് മെക്കാനിക്കലിൻ്റെ സിലബസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അത് ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമ്മുടെ കണ്ടന്റിൽ പറഞ്ഞിരിക്കുന്നത്. തെർമോഡൈനാമിക്സ് ഉണ്ട്, എനർജി കൺവേർഷൻ ഡിവൈസസ് പറയുന്നുണ്ട്, IC എഞ്ചിൻ അതായത് ഇന്റേണൽ കമ്പസ്റ്റ് എഞ്ചിനെ പറ്റി പറയുന്നുണ്ട്, ഹൈഡ്രോളിക് മെഷീൻസ് ടർബോ മെഷീൻസ് എന്ന് തന്നെയാണ് പറയുന്നത്, ദെൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഇൻ ഓട്ടോമൊബൈൽസ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, മാനുഫാക്ചറിംഗ് പ്രോസസ്, മെഷീൻ ടൂൾ ആൻഡ് എമിഷൻ സ്റ്റാൻഡേർഡ്സ്. ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ അവർ എടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും നമുക്ക് എന്തൊക്കെ കണ്ടന്റുകൾ പഠിക്കണം എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, തെർമോഡൈനാമിക്സ്. നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ആദ്യം പഠിക്കുന്ന ടോപ്പിക് ഏതാണ്, തെർമോഡൈനാമിക്സ് ആണ്. ഇത് പഠിച്ചു തന്നെയാണ് നമ്മൾ BME സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ടോപ്പിക്ക് തന്നെയാണ് തെർമോഡൈനാമിക്സ്. സോ ഈ തെർമോഡൈനാമിക്സ് പഠിക്കുന്ന ടൈമിൽ നിങ്ങളവിടെ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്. ഫസ്റ്റ്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ സിസ്റ്റം പഠിക്കണം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റങ്ങൾ, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, അതിൻ്റെ എക്സാമ്പിൾസുകൾ പഠിക്കണം. ദെൻ സ്റ്റേറ്റ് എന്താണ്, പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കണം.
ദെൻ അടുത്തത് പ്രോപ്പർട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടി എന്ന് പറയുന്ന ടേം, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ എക്സാമ്പിൾസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, അതിൻ്റെ എക്സാമ്പിൾസ്, ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ പ്രോപ്പർട്ടി, അതിൻ്റെ ഡെഫിനിഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടികൾ, അതിൻ്റെ എക്സാമ്പിൾസുകളൊക്കെ തന്നെ നിങ്ങൾ നോക്കി തന്നെ പോവുക. പിന്നെ നമുക്ക് പെർഫെക്റ്റ് ഗ്യാസ് ലോസുകൾ, നമ്മൾ കുറച്ച് പെർഫെക്റ്റ് ഗ്യാസ് ലോസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്ക് ലോ. ഓക്കെ, അപ്പോൾ ആ പെർഫെക്റ്റ് ഗ്യാസ് ലോസുകൾ എന്താണ്, അതിൻ്റെ ഇക്വേഷൻസുകളൊക്കെ നമ്മൾ നോക്കണം. ദെൻ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന കണ്ടന്റ് ആണ് തെർമോഡൈനാമിക് പ്രോസസ്. നമ്മൾ ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാ? ഐസോകോറിക്, ഐസോബാറിക്, ഐസോതെർമൽ, അഡയബാറ്റിക്, പോളിട്രോപ്പിക് പോലെയുള്ള ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഓരോ തെർമോഡൈനാമിക് പ്രോസസ്സിലെയും ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെയും വർക്ക് ട്രാൻസ്ഫറിൻ്റെയും ഇക്വേഷൻസുകൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കണം. ആ ഇക്വേഷൻസുകൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. അപ്പോൾ ആ കണ്ടന്റുകളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കേണ്ടത് തെർമോഡൈനാമിക് പ്രോസസ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ തെർമോഡൈനാമിക് പ്രോസസ്സുകളും ആ തെർമോഡൈനാമിക് പ്രോസസ്സുകളിലേക്ക് ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും ഇക്വേഷൻസുകൾ നമ്മൾ പഠിക്കണം. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 3 ലോസുകളാണ് പഠിക്കുന്നത്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ 3 ലോസുകൾ നമ്മൾ പഠിക്കുക. ഈ ഓരോ ലോയുടെയും സിഗ്നിഫിക്കൻസുകൾ പഠിക്കുക. ദെൻ പ്രോബ്ലംസുകൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ 2 സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും അതോടൊപ്പം തന്നെ ക്ലോഷ്യർ സ്റ്റേറ്റ്മെന്റും. സോ ഇതിനെ ബേസ് ചെയ്ത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഡിവൈസിനെ ബേസ് ചെയ്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതേപോലെ ക്ലോഷ്യർ സ്റ്റേറ്റ്മെന്റ്, അവിടെ നമ്മൾ റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ് എന്ന് പറയുന്ന 2 ഡിവൈസുകൾ പഠിക്കുന്നുണ്ട്. അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കണം. കഴിഞ്ഞ IO എക്സാമിന് ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ IO എക്സാമിന് ചോദിച്ചത് തെർമോഡൈനാമിക്സിൽ. അതുകൊണ്ട് ഈ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൺസെപ്റ്റുകൾ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും തെർമോഡൈനാമിക് സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകളിൽ നിന്നെല്ലാം, നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്നെല്ലാം ഒരു ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. കാരണം ഈക്വൽ വെയിറ്റേജ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഒരു ടോപ്പിക്ക് നമ്മൾ സ്കിപ്പ് ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചോദ്യം പോയി. ആ ലെവലിൽ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് തന്നെ പോയാൽ മാത്രമേ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സിൽ നിന്ന് നമുക്ക് ബേസിക് കൺസെപ്റ്റിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? തെർമോഡൈനാമിക് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. പിന്നെ തെർമോഡൈനാമിക് ലോസ്, അവിടെ 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. അവിടെ സെക്കൻഡ് ലോയുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് പഠിച്ചു തന്നെ പോകാം. ഇമ്പോർട്ടൻസ് സെക്കൻഡ് ലോയിൽ നിന്നുള്ള ചോദ്യമാണ് കൂടുതലും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ തെർമോഡൈനാമിക്സിൽ നിന്ന് ഇത്രയും കൺസെപ്റ്റുകളാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ രണ്ടാമത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ഏതാണ്? എനർജി കൺവേർഷൻ ഡിവൈസസ് എന്നാണ്. രണ്ടാമത് നമ്മുടെ സിലബസിലെ എനർജി കൺവേർഷൻ ഡിവൈസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എനർജി കൺവേർഷൻ ഡിവൈസസിൽ പ്രധാനമായിട്ടും ചോദ്യം വരാൻ പോകുന്നത് ബോയിലർ ആണ്. ബോയിലർ എന്ന് പറയുന്ന ഡിവൈസ്, ബോയിലർ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, നമുക്ക് വാട്ടറിനെ സ്റ്റീമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ബോയിലർ. സോ ഈ ബോയിലർ കംപ്ലീറ്റ്ലി ഒരു തിയറട്ടിക്കൽ ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യവും 1-2 ചോദ്യം IOയ്ക്ക് ബോയിലറിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എനർജി കൺവേർഷൻ ഡിവൈസിൽ നിന്ന് 2 ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഈ ബോയിലറിൽ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ബോയിലറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ബോയിലർ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പല മെത്തേഡുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ എല്ലാം തന്നെ പഠിക്കണം. അതിനകത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫയർ ട്യൂബ് ആൻഡ് വാട്ടർ ട്യൂബ് ബോയിലർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, ദെൻ ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ അവിടെ എല്ലാം എക്സാമ്പിൾസുകൾ പഠിച്ചു പോവുക. ഓരോ ടൈപ്പിനും എക്സാമ്പിൾസുകൾ പഠിച്ചു പോവുക. എക്സാമ്പിൾ വെച്ചിട്ട് ചോദ്യം വരാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. ഒന്ന് ബോയിലർ മൗണ്ടിങ്ങും മറ്റൊന്ന് ബോയിലർ ആക്സസറിയും. ബോയിലർ മൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബോയിലറിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സേഫ്റ്റി ഡിവൈസസ്, ബോയിലറിന്റെ സേഫ്റ്റി. ആ ബോയിലർ മൗണ്ടിങ്ങുകൾ ഏതൊക്കെയാണ്, ഓരോ ബോയിലർ മൗണ്ടിങ്ങിന്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണ്. അതേപോലെ ബോയിലർ ആക്സസറി, ബോയിലറിന്റെ
ബോയിലറിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്ന കുറച്ച് ആക്സസറീസുകളുണ്ട്. സൂപ്പർ ഹീറ്റർ, എക്കണോമൈസർ, എയർ പ്രീ ഹീറ്റർ പോലെയുള്ള കുറച്ച് ആക്സസറീസ്, അത് നമുക്ക് ബോയിലറിന്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബോയിലർ ആക്സസറികൾ ഏതൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷൻസ്. അപ്പോൾ ഇവിടെ 2 ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ബോയിലർ മൗണ്ടിങ്ങിന്റെയും ബോയിലർ മൗണ്ടിങ്ങുകൾ ഏതൊക്കെയാണ്, അതേപോലെ ബോയിലർ ആക്സസറികൾ ഏതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ ഫംഗ്ഷൻസുകളാണ് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. കാരണം ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇത് ഏത് ബോയിലർ മൗണ്ടിങ് ആണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ബോയിലർ മൗണ്ടിങ് ഏതാണ്, ബോയിലർ ആക്സസറികൾ, അങ്ങനെയൊക്കെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വരുന്നത്. സോ വൺ ടൈം നിങ്ങൾ ആ ടോപ്പിക്ക് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്കാണ് ബോയിലറിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ടത്. അത് കൂടാതെ നമുക്ക് വേരിയസ് പവർ പ്ലാന്റുകൾ, പവർ പ്ലാന്റിൽ പ്രധാനമായിട്ടും നമുക്ക് സ്റ്റീം പവർ പ്ലാന്റ്, അതേപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, സ്റ്റീം പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസിൽ നമ്മൾ ഓൾറെഡി പറയുന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ ജനറലൈസ് ചെയ്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഈ 3 പവർ പ്ലാന്റിന്റെയും ബേസിക് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കിയിരിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, സ്റ്റീം പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഇതുമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് നോക്കിപ്പോയത്. ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് എനർജി കൺവേർഷൻ ഡിവൈസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കുക. നമ്മുടെ സിലബസിൽ ജസ്റ്റ് എനർജി കൺവേർഷൻ ഡിവൈസസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, IC എഞ്ചിൻ എന്നാണ്, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. അപ്പോൾ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ നമ്മൾ പല രീതിയിൽ പല ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ആ ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും. 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും എന്താണ്, അതിന്റെ വർക്കിംഗ്, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അത് കൂടാതെ നമ്മൾ പല രീതിയിൽ നമ്മൾ IC എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ തന്നെ നമുക്ക് നോക്കണം. ഓക്കെ, അതിനുശേഷം IC എഞ്ചിന്റെ കമ്പോണൻസുകൾ, നമ്മൾ എഞ്ചിനകത്തുള്ള ഡിഫറെന്റ് കമ്പോണൻസുകൾ അല്ലേ, നമുക്കറിയാം സിലിണ്ടർ ഹെഡ്, പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഓരോ കമ്പോണന്റുകളും ആ കമ്പോണന്റിന്റെ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓർഡറിൽ പഠിച്ചു പോയാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ IC എഞ്ചിന്റെ കമ്പോണൻസുകൾ നമുക്ക് നോക്കണം. പിന്നെ IC എഞ്ചിന്റെ ടെർമിനോളജി, നമ്മൾ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടെർമിനോളജികൾ ഉണ്ട്. എന്താണ്, ഡെഡ് സെന്റർ, അതേപോലെ തന്നെ സ്ട്രോക്ക്, സെപ്റ്റ് വോളിയം, ക്ലിയറൻസ് വോളിയം എന്നൊക്കെ പറഞ്ഞ കുറേ ടെർമിനോളജികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ടെർമിനോളജി എന്താണ്, കംപ്രഷൻ റേഷ്യോ, അതിൻ്റെയൊക്കെ ജസ്റ്റ് ഡെഫിനിഷൻസുകൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. ദെൻ വേരിയസ് സിസ്റ്റംസ് ഇൻ IC എഞ്ചിൻ, നമ്മൾ IC എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന കൂളിംഗ് സിസ്റ്റം എന്താണ്, ലുബ്രിക്കേഷൻ സിസ്റ്റം, അങ്ങനെയുള്ള സിസ്റ്റങ്ങളെ പറ്റി നമുക്കൊരു ബേസിക് സ്റ്റഡി നടത്തണം. ദെൻ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ഓഫ് IC എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനിലെ പെർഫോമൻസ് പാരാമീറ്റേഴ്സ്, അതായത് നമ്മളവിടെ കുറച്ച് പവറുകളെ പറ്റി പഠിക്കുന്നുണ്ട്. ബ്രേക്ക് പവർ, ഫ്രിക്ഷൻ പവർ, ഇൻഡിക്കേറ്റഡ് പവർ, അതേപോലെ തന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി, അങ്ങനെയുള്ള കുറച്ച് ടേംസുകൾ നമ്മൾ പറയുന്നത്. ആ അതിന്റെ ഡെഫിനിഷൻസ്, ഇക്വേഷൻസ് ഒക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഇവിടുന്ന് നോക്കേണ്ടത്. ദെൻ നമുക്ക് ഫ്യൂവലിനെ പറ്റിയുള്ള ഒരു ബേസിക് സ്റ്റഡി, നമ്മുടെ പെട്രോൾ ഫ്യൂവൽ, ഡീസൽ ഫ്യൂവലിനെ പറ്റിയുള്ള ഒരു ബേസിക് സ്റ്റഡി. അവിടെ പ്രധാനമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം IU എക്സാമിന് ചോദ്യം വന്നത് ഇവിടുത്തെ ഇതിന്റെ ഫ്യൂവലിന്റെ ഇഗ്നിഷൻ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അതായത് നമ്മൾ പെട്രോൾ ഫ്യൂവലിന്റെ ഇഗ്നിഷൻ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ഒക്ടെയിൻ നമ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കും. അതേപോലെ ഡീസൽ ഫ്യൂവലിന്റെ ഇഗ്നിഷൻ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ സീറ്റെയിൻ നമ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കും. അപ്പോൾ ഈ 2 നമ്പറുകളെ പറ്റി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചിരിക്കണം. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന കണ്ടന്റുകളൊക്കെ തന്നെയാണ്. ആ ഒരു ഓർഡറിൽ നമ്മൾ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പോയാൽ ഈസി ആയിട്ട് IC എഞ്ചിൻ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ IC എഞ്ചിൻ എന്ന് മാത്രമാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇത്രയും കണ്ടന്റുകൾ നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയി തന്നെ മനസ്സിലാക്കാം. ഓക്കെ അല്ലേ. സോ IC എഞ്ചിൻ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ സിലബസിൽ പറയുന്നത് ടർബോ മെഷീൻസ് എന്നാണ്. ടർബോ മെഷീൻസ്, അപ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ഹൈഡ്രോളിക് മെഷീൻസുകളായ ടർബൈനെ പറ്റിയും പമ്പിനെ പറ്റിയും നമുക്ക് പഠിക്കണം. ടർബൈൻ പഠിക്കുമ്പോൾ അവിടെയും ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ നമ്മൾ ടർബൈനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് അവിടെ ഇമ്പൾസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ വരുന്നുണ്ട് അല്ലേ. ആ ഇമ്പൾസ് ടർബൈനകത്ത് നമ്മൾ ഹൈഡ്രോളിക് ടർബൈനിൽ പെൽട്ടൺ ടർബൈൻ പഠിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഹൈഡ്രോളിക് ടർബൈൻസിൽ പെൽട്ടൺ ടർബൈൻ, അതേപോലെ തന്നെ കപ്ലാൻ പ്രൊപ്പല്ലർ ടർബൈൻ,
ഫ്രാൻസിസ് ടർബൈൻ. ഈ 3 ടർബൈനുകളാണ് പ്രധാനമായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കുമ്പോൾ ഈ ടർബൈനുകളൊക്കെ ഏതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. നമ്മൾ ടർബൈനെ പല ബേസിസിൽ, നമ്മൾ സ്പെസിഫിക് സ്പീഡിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യും, ഹെഡിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യും, ടൈപ്പ് ഓഫ് എനർജി അറ്റ് ഇൻലെറ്റിന്റെ, അപ്പം പല രീതിയിൽ നമ്മൾ ടർബൈനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറയുന്ന എക്സാമ്പിൾസ്, ഈ പറയുന്ന ടർബൈനുകളൊക്കെ ഏത് ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾ, അതാണ് നമ്മുടെ ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ക്ലാസ് സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ പഠിക്കണം. പിന്നെ അതേപോലെ ടർബൈൻ്റെ എഫിഷ്യൻസികൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. എഫിഷ്യൻസി നമ്മൾ പല എഫിഷ്യൻസികൾ പഠിക്കുന്നുണ്ട്, ഹൈഡ്രോളിക് എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി. അപ്പോൾ ആ എഫിഷ്യൻസികളുടെ ഡെഫിനിഷൻ അത് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കണം. അതേപോലെ തന്നെ പമ്പ്, നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, അതിൻ്റെ വർക്കിങ്ങുകളൊക്കെ നമുക്ക് നോക്കണം. പിന്നെ അതേപോലെ നമുക്ക് ടർബോ മെഷീൻസ് എന്ന് പറയുന്നത് കംപ്രസർ എന്ന് പറയുന്ന ടോപ്പിക്, കംപ്രസറിന്റെ ക്ലാസിഫിക്കേഷൻ ബേസിക് ആയിട്ട് നിങ്ങൾ കംപ്രസർ എന്താണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രം നമ്മൾ ജസ്റ്റ് ബേസിക് ഒന്ന് നോക്കിയാൽ മതി. അതേപോലെ തന്നെ 2 ടർബൈനുകളുണ്ട്, ഗ്യാസ് ടർബൈനും സ്റ്റീം ടർബൈൻ. അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഗ്യാസ് ടർബൈൻ, ഡിഫറെന്റ് ടൈപ്സ്, ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ, ക്ലോസ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ, അതേപോലെ തന്നെ സ്റ്റീം ടർബൈൻ. ഇവിടെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ മാത്രം നോക്കി, അധികം ഡീപ്പിലോട്ട് ഒന്നും നമുക്ക് പോകണ്ട. ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യുന്ന സൈക്കിൾ ഉണ്ട്, ആ സൈക്കിളിന്റെ പേര് ബ്രൈറ്റൺ സൈക്കിൾ. സ്റ്റീം ടർബൈൻ വർക്ക് ചെയ്യുന്ന സൈക്കിൾ റാങ്കൈൻ സൈക്കിൾ, നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്ന സൈക്കിളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബേസിക് ഫാക്റ്റുകൾ മാത്രം നമുക്ക് ഇതിനെ ബേസ് ചെയ്തൊന്ന് നോക്കി പോയാൽ മതി. കാരണം ഈ ടോപ്പിക്കിൽ മേ ബി ഒരു ചോദ്യം, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം വന്നാൽ നമുക്ക് ആൻസർ ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിൽ നിന്ന് ബേസിക് ഫാക്റ്റുകൾ, ബേസിക് ആയിട്ട് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ കവർ ചെയ്യണോ അതൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ടർബോ മെഷീൻസിൽ നിന്ന് ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പോകുന്നത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്കാണ്. അപ്പോൾ RAC അല്ലേ, നമ്മൾ ഈ പറയുന്ന ഓരോ സബ്ജക്റ്റുകൾ, ഇപ്പോൾ നമ്മൾ ഐസി എഞ്ചിൻ ആയിക്കോട്ടെ, ഹൈഡ്രോളിക് മെഷീൻസ്, ഇതൊക്കെ നമ്മുടെ മെക്കാനിക്കൽ സ്ട്രീമിലെ ഓരോ സബ്ജക്റ്റുകളാണ്, നമ്മൾ ഹയർ സെമസ്റ്റേഴ്സിൽ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് മാത്രമാണ് നമുക്ക് IO എക്സാമിന് വേണ്ടത്. അപ്പോൾ ഈ ബേസിക് ഒക്കെ നമ്മുടെ ഫസ്റ്റ് ഇയർ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എല്ലാത്തിൻ്റെയും ബേസിക്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ബേസിക് കണ്ടന്റുകൾ മാത്രം നമ്മളൊന്ന് പഠിച്ചു പോയത്, അതിൽ നിന്ന് തിയറി പഠിക്കുക, അതിലെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുക, എങ്കിലേ നമുക്ക് കംപ്ലീറ്റ് മെക്കാനിക്കലിലെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അതിൻ്റെ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ്റെ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺസെപ്റ്റുകൾ കുറച്ചുണ്ട്, അത് നോക്കണം. ഒരു ചോദ്യം മോസ്റ്റ്ലി നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ പറ്റി പഠിക്കണം. എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ സൈക്കിള്, നമ്മുടെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിള്, അത് നമുക്ക് നോക്കണം. അതിനുശേഷം വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം, VCRS, ഈ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ വർക്കിംഗ്, അതിനകത്തുള്ള ഡിഫറെന്റ് കമ്പോണൻസുകൾ, കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, അതേപോലെ ഇവാപറേറ്റർ, അപ്പോൾ ആ ഓരോ കമ്പോണന്റിന്റെ ഫംഗ്ഷനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതേപോലെ ഡിഫറെന്റ് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളുണ്ട്. അപ്പം ഓരോ VARS സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള റെഫ്രിജറന്റ് ഏതാണ്, അബ്സോർബന്റ് ഏതാണ്, അങ്ങനെയുള്ള ബേസിക് ഫാക്റ്റുകൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി, അല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് നോക്കണ്ട. അതേപോലെ റെഫ്രിജറൻസിന്റെ പ്രോപ്പർട്ടീസ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. റെഫ്രിജറന്റിന്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസുകൾ ഏതൊക്കെയാണ്. അതേപോലെ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് സൈക്രോമെട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോയിസ്റ്റ് എയറിന്റെ പ്രോപ്പർട്ടീസുകളാണ് നമുക്ക് സൈക്രോമെട്രി എന്ന് പറയുന്ന സ്റ്റഡി. അപ്പോൾ കഴിഞ്ഞ IO എക്സാമിന് ഈ സൈക്രോമെട്രിയിൽ നിന്നായിരുന്നു ഒരു ചോദ്യം വന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ചോദ്യം സൈക്രോമെട്രിയിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ റെഫ്രിജറേഷനും നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ റെഫ്രിജറേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഈ സൈക്രോമെട്രി എന്നുള്ളൊരു ചോദ്യമാണ് കഴിഞ്ഞ IO എക്സാമിന് വന്നത്. അതുകൊണ്ട് തന്നെ സൈക്രോമെട്രി അവിടെ കുറേ ടേംസുകളാണ്, സൈക്രോമെട്രിക് ചാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ടേമുകളും കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയിരിക്കും. അപ്പോൾ ഇത്രയും കണ്ടന്റ് ആണ് നമുക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അടുത്ത നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് പവർ ട്രാൻസ്മിഷൻ ഇൻ ഓട്ടോമൊബൈൽസിൽ ഉണ്ടാകുന്ന പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ IC എഞ്ചിനിൽ നമുക്കറിയാം, എഞ്ചിനിൽ നമുക്ക് എന്ത് കിട്ടി, എഞ്ചിനിൽ നിന്ന് നമ്മൾ പവർ ഡെവലപ്പ് ചെയ്തു. ഈ പവറിനെ നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലേ. എഞ്ചിനിന്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ കിട്ടിയ പവറിനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ റിയർ വീലിലേക്ക് അല്ലെങ്കിൽ വീൽസുകളിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്ന പവർ ട്രാൻസ്മിഷൻ ഡിവൈസസുകൾ ഏതൊക്കെയാണ്, ആ ഓരോ ഡിവൈസിന്റെയും പറ്റി നമുക്ക് പഠിക്കണം. ആദ്യം നമുക്കറിയാം ക്ലച്ചിനെ പറ്റി നമുക്ക് നോക്കണം. പിന്നെ ഗിയർ ബോക്സുകൾ, ഏതൊക്കെ ടൈപ്പ് ഗിയർ ബോക്സുകളാണ് ഉള്ളത്. പിന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അതേപോലെ ഫൈനൽ ഡ്രൈവ്, ഡിഫറൻഷ്യൽ, ദെൻ ലാസ്റ്റ് റിയർ ആക്സൽ. ഈ ഒരു ഓർഡറിൽ തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത്. കഴിഞ്ഞ IO എക്സാമിന് ക്ലച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഓരോ ഇതൊക്കെയാണ് നമ്മുടെ പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ്. നമ്മുടെ എഞ്ചിനിൽ പവർ ക്രാങ്ക് ഷാഫ്റ്റിൽ ഡെവലപ്പ് ചെയ്തിട്ട് ഈ പറയുന്ന ഡിവൈസസുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ ഡിവൈസും അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം അല്ലേ. നമുക്കല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കൊന്നും വേണ്ട, കാരണം നമുക്ക് എല്ലാത്തിൻ്റെയും ബേസിക്സ് മതി. അപ്പോൾ ഇവിടെ നിന്ന് ബേസിക് കൺസെപ്റ്റിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു, ആ കൺസെപ്റ്റുകളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യണം,
ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ഓർഡറിൽ ഈ ഓരോ ഡിവൈസുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റ് ആണ് നമുക്ക് പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഇൻ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. ദെൻ അതിനുശേഷം നമ്മുടെ സിലബസിൽ പറയുന്നത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ്. പ്യുവർലി തിയറട്ടിക്കൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ അതിൽ ആദ്യം നമുക്കൊരു ചോദ്യം, മോസ്റ്റ്ലി ഒരു ചോദ്യം കഴിഞ്ഞ IO എക്സാമിന് ചോദിച്ചതാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ്. ആ പ്രധാനമായിട്ടും നമ്മളെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തൊരു ചോദ്യം കഴിഞ്ഞ IO എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് നമുക്ക് പഠിക്കണം. അതിനേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയലിന്റെ ക്ലാസിഫിക്കേഷൻ, അവിടെ നമ്മൾ ഫെറസ് മെറ്റീരിയൽ, നോൺ ഫെറസ് മെറ്റീരിയൽസ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഫെറസിൽ നമ്മൾ പ്രധാനമായിട്ടും സ്റ്റീല്, കാസ്റ്റ് അയൺ, അപ്പോൾ അതിൻ്റെ ഒരു അത് സ്റ്റീലിനെ പറ്റി, കാസ്റ്റ് അയൺ അതിൻ്റെ കണ്ടന്റുകൾ, കാർബൺ കണ്ടന്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. ദെൻ നോൺ ഫെറസ് മെറ്റീരിയൽസിനെ പറ്റി ഒരു സ്റ്റഡി നടത്തണം. പിന്നെ അലോയിങ് എലമെന്റ്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് അല്ലേ, നമ്മൾ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അലോയിങ് എലമെന്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഏതൊക്കെ അലോയിങ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്യുവർലി തിയറട്ടിക്കലാണ്. വൺ ടൈം നമ്മളൊന്ന് പഠിച്ച് ഒന്ന് വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ആ ടോപ്പിക്കിൽ നിന്നുള്ള ആൻസർ ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്യുവർലി തിയറിറ്റിക്കൽ ആയിട്ടുള്ള കണ്ടന്റ് ആണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. ഈസി ആയിട്ട് ഏതൊരു സ്ട്രീമിലെ ഉദ്യോഗാർത്ഥികൾക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ഈസി സ്കോറബിൾ ആയിട്ടുള്ള ഏരിയ ആണത്. അപ്പോൾ അത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ നിന്ന് അത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കണം. ദെൻ മാനുഫാക്ചറിംഗ് പ്രോസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഫസ്റ്റ് ഇയർ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്ന മാനുഫാക്ചറിംഗ് പ്രോസസിനെ പറ്റി ഒരു സ്റ്റഡി നിങ്ങൾ നടത്തണം. കാസ്റ്റിംഗ്, വെൽഡിംഗ്, ഫോർജിങ്, എക്സ്ട്രൂഷൻ, റോളിംഗ്, ഇത്രയും മാനുഫാക്ചറിംഗ് പ്രോസസ്സുകളെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യം കാസ്റ്റിംഗിൽ നിന്നൊരു ചോദ്യം വന്നിരുന്നു കഴിഞ്ഞ IO എക്സാമിന്. സോ കാസ്റ്റിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, അതുപോലെ അവിടെ യൂസ് ചെയ്യുന്ന equipments അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് നോക്കണം. വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ തിയറിറ്റിക്കൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്, പിന്നെ വെൽഡിംഗ് ഇക്വിപ്മെന്റ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കണം. അതേപോലെ ഫോർജിങ്, ഡിഫറെൻറ്റ് ഫോർജിങ് ഓപ്പറേഷൻസുകൾ ഏതൊക്കെയാണ്, എക്സ്ട്രൂഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ട്രൂഷൻ നമുക്കറിയാം, ഡയറക്റ്റ് എക്സ്ട്രൂഷൻ, ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ, ഇമ്പാക്ട് എക്സ്ട്രൂഷൻ, അങ്ങനെയൊക്കെയുള്ള ഓരോ ടൈപ്പ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ആണ് നോക്കണം. അതേപോലെ റോളിംഗ് അല്ലേ, റോളിംഗിൽ നമ്മൾ റോളിംഗ് മിൽസുകൾ പഠിക്കുന്നുണ്ട്, 2 ഹൈ 3 ഹൈ മില്ലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ, ഡയറക്ട്ലി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ നിന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ആ കണ്ടന്റുകൾ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ കവർ ചെയ്യണം. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് വരുന്നത് എന്താണ്, മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് മെഷീൻ ടൂൾസ്. അപ്പോൾ മെഷീൻ ടൂൾസിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് ലെയ്ത്ത്, ഷേപ്പർ മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ, ഇത്രയും മെഷീൻ ടൂളുകളെ പറ്റി പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഡ്രില്ലിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം കഴിഞ്ഞ IO എക്സാമിന് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും മെഷീൻ ടൂളുകളാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ ഈ മെഷീൻ ടൂൾസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മെഷീൻ ടൂൾസിൻ്റെ പാർട്സുകൾ കറക്റ്റായിട്ട് പഠിക്കണം. ഓരോ മെഷീൻ ടൂളിൻ്റെയും പാർട്സുകൾ, അതിൻ്റെ ഫംഗ്ഷൻസുകൾ, പിന്നെ ഓരോ മെഷീൻ ടൂളിലും ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്. ഇപ്പോൾ ലെയ്ത്ത് എന്ന് പറയുന്ന മെഷീൻ ടൂളിൽ എന്തൊക്കെ ഓപ്പറേഷൻ, നമ്മളവിടെ ടേണിങ് ചെയ്യാറുണ്ട്, ടേപ്പർ ടേണിങ് ചെയ്യാറുണ്ട്, ത്രെഡ് കട്ടിങ്, അപ്പോൾ ആ ഓരോ ഓപ്പറേഷൻസ്. അതേപോലെ ഷേപ്പർ മെഷീൻ നമുക്കറിയാം, ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ അത്, അതുപോലെ ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസുകൾ, ഡ്രില്ലിംഗ്, ബോറിംഗ്, അങ്ങനെയൊക്കെ ഓരോ ഓപ്പറേഷൻസുകൾ എന്തൊക്കെയാണെന്നുള്ള ഡയറക്റ്റ് നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ജസ്റ്റ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആ മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ്റെ പാർട്സുകൾ, അതിൻ്റെ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. അതിനോടൊപ്പം ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസുകൾ, ഡയറക്റ്റ് ഡെഫിനിഷൻസുകൾ മാത്രമാണ്. ഈസി ആയിട്ട് നമുക്കത് പഠിക്കാവുന്നതേ ഉള്ളൂ, വലിയ ടഫ് ഒന്നുമില്ല. അതർ സ്ട്രീം സ്റ്റുഡൻസിനൊക്കെ ഈസി ആയിട്ട് അത് ക്യാരി ഓവർ ചെയ്യാവുന്നതേ ഉള്ളൂ, ഒരു പ്രോബ്ലവും ഇല്ല. അതേപോലെ മില്ലിംഗ് മെഷീൻ, അതിൻ്റെ പാർട്സുകൾ, ഫംഗ്ഷൻസുകൾ, അതിൽ മില്ലിംഗ് മെഷീനിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസുകൾ അല്ലേ, അതേപോലെ ഗ്രൈൻഡിങ് മെഷീൻ. അപ്പോൾ ഇത്രയും മെഷീൻ ടൂൾസുകളാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത്, നോക്കണം. അപ്പോൾ ഈ മെഷീൻ ടൂൾസുകളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് അതിൻ്റെ പാർട്സുകളും ആ പാർട്സ് ഫംഗ്ഷൻസ്, ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻസ് നോക്കുക. ഓരോ മെഷീൻ ടൂളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്. ഇവിടെ മില്ലിംഗ് പഠിക്കുമ്പോൾ നമ്മൾ അപ്പ് മില്ലിംഗ്, ഡൗൺ മില്ലിംഗ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് ഒക്കെ പഠിക്കുന്നത്, അതൊക്കെ ഡയറക്റ്റ് ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളായിട്ട് നമുക്ക് എക്സാമിന് വരാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ അവിടുന്ന് ഫോക്കസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെഷീൻ ടൂൾസിൽ നിന്ന് പഠിക്കേണ്ടത്. ദെൻ ലാസ്റ്റ് നമ്മുടെ സിലബസിൽ എമിഷൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന എമിഷൻ, ഭാരത് സ്റ്റേജ് 1, 2, 3, 4, അതേപോലെ 6. അപ്പോൾ ഇത്രയും എമിഷൻ സ്റ്റാൻഡേർഡ്സുകളാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്. BS 1, 2, 3, 4, 6. ഇപ്പോൾ ഇത്രയും എമിഷൻ സ്റ്റാൻഡേർഡ്സുകൾ നമുക്ക് നോക്കണം. അപ്പോൾ ഈ ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ്സിൽ പറയുന്ന കൺട്രോളിംഗ് മെഷേഴ്സുകൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ
അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഇയർ, ഓരോന്നിലുമുള്ള കൺട്രോളിങ് മെഷേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമുക്ക് എമിഷൻ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കണം. ഓക്കെ, വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ വേർഡ്, ജസ്റ്റ് ഒരു വേർഡ് തെർമോഡൈനാമിക്സ്, ഐസി എഞ്ചിൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സിലബസ് കണ്ടുമ്പോൾ വളരെ ചെറിയൊരു സിലബസ് ആണ്, പക്ഷെ ആ പറഞ്ഞിരിക്കുന്നത് ഓരോന്നും ഓരോ സബ്ജക്റ്റാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ മെക്കാനിക്കൽ സ്ട്രീമുകാർ ഹയർ സെമസ്റ്റേഴ്സ് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണെങ്കിലും നമുക്ക് അതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇയർ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്കിൽ ഈ കണ്ടന്റുകളെ ബേസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ നമ്മൾ ആ സിലബസിനെ ബേസ് ചെയ്ത് ഡീറ്റെയിൽ ആയി തന്നെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകൾ നമ്മൾ പഠിക്കും. അതിനോടൊപ്പം അതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സിലബസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു IO എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സ്, IO സിലബസ് ബേസ് ചെയ്തുള്ള കോഴ്സ് നമുക്ക് എൻട്രിയിൽ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോർമൽ ബാച്ചും ഗോൾഡ് ബാച്ചും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഗോൾഡ് ബാച്ച് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ കാണും. ആ സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്ത് വീക്ക്ലി ലൈവ് സെഷൻസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് സെഷൻസിൽ നമ്മൾ ഈ പറയുന്ന കണ്ടന്റുകളെ ബേസ് ചെയ്തുള്ള ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ് നമ്മൾ നടത്തുന്നത്. നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിൽ ഓൾറെഡി ടോപ്പിക്ക് പഠിക്കാൻ തരും. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ലൈവ് സെഷനിൽ നമ്മൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള മാക്സിമം ക്വസ്റ്റ്യൻസുകൾ, കാരണം നമ്മൾ എത്ര തിയറി പഠിച്ചാലും ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കോൺഫിഡൻസിലോട്ട് വരുന്നത്, അല്ലേ? നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, ക്വസ്റ്റ്യൻസിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് നമ്മൾ ഗോൾഡ് ബാച്ചിലൂടെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രിയിലെ IOയുടെ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9048777244 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതർവൈസ് താഴെ ഒരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്യാം. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കോഴ്സ് ഡീറ്റെയിൽസിനെ പറ്റി നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നല്ലൊരു ചാൻസ് ആണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പഠിക്കുമ്പോൾ എല്ലാ സ്ട്രീമിനും വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കുക. കാരണം എല്ലാ സ്ട്രീമുകളിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സോ വൺസ് അഗൈൻ താങ്ക് യു ടു ഓൾ ആൻഡ് ടേക്ക് കെയർ.